ഹലോ ഹായ്, ആരെയും കൊതിപ്പിക്കുന്ന ഒരു മാമ്പഴമാണ് കാലാപ്പാടി. നിങ്ങളിപ്പോൾ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ പ്രത്യേകത നല്ല അസാമാന്യമായ ടേസ്റ്റും നല്ല മധുരവുമാണ്. കിടിലം മധുരമാണ് കാലാപ്പാടിക്കുള്ളത്. അതിനൊക്കെ തന്നെ ഒട്ടും തന്നെ ഫൈബറുമില്ല. കഴിക്കാൻ വളരെ ടേസ്റ്റുള്ള മാമ്പഴമാണ് കാലാപ്പാടി. ഇത് ഒരു വട്ടമെങ്കിലും കഴിച്ചവർക്കറിയാം ഇതിൻ്റെ ടേസ്റ്റ്. പിന്നീട് അവർ ഇതിൻ്റെ മാമ്പഴങ്ങൾ ഇഷ്ടം പോലെ എവിടെ കണ്ടാലും മേടിച്ച് കഴിക്കും. ഇതാണ് മാവിൽ നിൽക്കുന്ന കാലാപ്പാടി. ഇത് നമ്മുടെ കാലാവസ്ഥയിൽ നല്ല രീതിയിൽ കായ്ക്കുന്ന ഒന്നാണ്. ഇതിൻ്റെ ബഡ് തൈയോ ഗ്രാഫ്റ്റ് ഒക്കെ നട്ട് കഴിഞ്ഞാൽ 3-ാം കൊല്ലം മുതൽ തന്നെ നമുക്ക് കായ്ഫലം കിട്ടി തുടങ്ങും. ഇതിൻ്റെ മാങ്ങയുടെ പുറത്തൊരു പൗഡർ കണക്കൊക്കെ കാണപ്പെടാറുണ്ട്. നല്ല രീതിയിൽ കായ്പിടുത്തമുള്ളതാണ് കാലാപ്പാടി. ഇതിൻ്റെ നല്ല വെയിലുള്ള സ്ഥലത്തായിട്ട് വേണം ഇതിൻ്റെ തൈകൾ നടുവാനും. പക്ഷേ ഇതിൻ്റെ അല്പം പുഴുശല്യമൊക്കെ കാണാറുണ്ട്. അതുകൊണ്ട് പൂക്കുന്ന ടൈമിൽ നമ്മൾ ഫെർമോങ്കണിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പരിധിവരെ പുഴുവിനൊക്കെ മാറ്റാം. അതൊക്കെ തന്നെ വിളഞ്ഞ മാങ്ങകൾ പറിച്ചു പഴിപ്പിക്കുമ്പോഴും നമുക്ക് പുഴുവിൻ്റെ ശല്യം ഒരു പരിധിവരെ മാറ്റി കിട്ടാവുന്നതാണ്. നല്ല രീതിയിൽ ഇത് കായ്ക്കുകയും ചെയ്യും, മാവ് നിറച്ച് കായ്ക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകിച്ച് വലിയ വളപ്രയോഗമൊന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു നാടൻ മാവ് കണക്ക് തന്നെയാണ് ഇപ്പോൾ ഇത് നമ്മുടെ കാലാവസ്ഥയിൽ നല്ല കണക്ക് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നത്. കൊലകൊലയായി ഇത് കായ്ക്കും. പക്ഷേ ചില കൊല്ലങ്ങളിൽ മാമ്പഴങ്ങൾ കുറയാറുണ്ട്. അതിനെ അപേക്ഷിച്ച് ചില കൊല്ലങ്ങൾ ഇഷ്ടംപോലെ കായ്ക്കാറുമുണ്ട്. അത് കാലാവസ്ഥയുടെയൊക്കെ പ്രത്യേകത കൊണ്ടാവാം. ഇത് കണക്കാണ് മാങ്ങ വിളഞ്ഞിരിക്കുന്ന മാങ്ങ ഇരിക്കുന്നത്. അതിൻ്റെ പുറത്ത് ഞാൻ പറഞ്ഞ കണക്കൊരു ചെറിയൊരു പൗഡർ കോട്ടിങ്ങൊക്കെ ഉണ്ട്. അങ്ങനെയാണ് കാലാപ്പടിയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. നല്ലൊരു ഷേപ്പാണ് കാലാപ്പടിക്ക്. ഇത് പഴുക്കുമ്പോൾ ഇതിൻ്റെ തൊലിയുടെ കളർ നല്ലൊരു മഞ്ഞ കളറിലോട്ടൊക്കെ വരും. നല്ല ടേസ്റ്റുള്ളൊരു മാമ്പഴമാണ് കാലാപ്പാടി. ഇതിൽ കഴിക്കാൻ നല്ല മാംസമുള്ള ഭാവമൊക്കെ ഉണ്ട്. എൻ്റെ മാങ്ങടിക്കൊന്നും അത്ര വലിയ വലുപ്പമൊന്നുമില്ല. അതിനൊക്കെ തന്നെ നാരെന്ന് പറഞ്ഞ സാധനമേ ഈ കാലാപ്പാടിയിലില്ല. ഞാൻ പഴുത്ത മാങ്ങ നിങ്ങളെ കട്ട് ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് ഇത് ഒട്ടും സ്ഥലമില്ലെങ്കിൽ പോലും ഡ്രമ്മിലൊക്കെ വളർത്തിയാലും നല്ല ടേസ്റ്റുള്ള മാമ്പഴം നിങ്ങൾക്ക് കിട്ടും. ഡ്രമ്മിൽ കൊടുത്തുമ്പോൾ കുഴപ്പമൊന്നുമില്ല, മാങ്ങയുടെ എണ്ണം കിട്ടുന്നത് കുറവായിരിക്കും. എന്നിരുന്നാലും കിട്ടുന്ന മാങ്ങ കിട്ടില്ല മാമ്പഴമാണ്, നല്ല ടേസ്റ്റാണ്. ഇപ്പം എല്ലാവരും ഏറ്റവും കൂടുതൽ വാങ്ങുന്ന തൈകളിൽ ഒന്നാണ് കാലാപ്പാടി. ഇത് മേടിച്ച് ഒരു നഷ്ടമില്ല. ഇതാണ് ഏകദേശം നല്ല രീതിയിൽ പഴുത്തു വന്നത്. ഇനി ഇതിച്ചുള്ള പഴുക്കമുണ്ട്. ഞാൻ നിങ്ങളിത് കാണിച്ചു തരാം. നല്ല ക്രീമിയാണ്. അതങ്ങനെ ഒട്ടും തന്നെ ഫൈബറുമില്ല. നല്ലൊരു കളർഫുള്ളാണ് ഇത് കാണാനൊക്കെ. നല്ല ടേസ്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നല്ല ടേസ്റ്റാണ്. എല്ലാവരെയും മോഹിപ്പിക്കുന്ന ഒരു ടേസ്റ്റാണ് കാലാപ്പാടിക്കുള്ളത്. നല്ല മധുരവും ഒരു പ്രത്യേക ഒരു ഫ്ലേവറും ഇതിനുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ മാവും തൈയൊക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കളക്ഷൻ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് കാലാപ്പാടി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതിനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.